സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 26. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാ ഭാഗം ദിനവൃത്താന്തം 1-ാം പുസ്തകം 9-ാം അധ്യായം. ദിനവൃത്താന്തം 1-ാം പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഇസ്രായേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു. അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദായെയോ അവരുടെ അകൃത്യ നിമിത്തം ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവരുടെ അവകാശത്തിലും പട്ടണങ്ങളിലും ഉണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രായേലരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയദാസന്മാരും ആയിരുന്നു. യെരുശലേമിലോ ചില യഹൂദ്യരും ബെന്യാമിന്യരും എഫ്രൈമ്യരും മനശ്ശെയരും പാർത്തു. അവരാരെന്നാൽ യഹൂദായുടെ മകനായ പേരസിന്റെ മക്കളിൽ ബാനിയുടെ മകനായ ഇമ്രിയുടെ മകനായ ഒമ്രിയുടെ മകനായ അമീഹൂദിന്റെ മകൻ ഊഥായി, സീലോന്യരിൽ ആദ്യജാതനായ അസായാവും അവന്റെ പുത്രന്മാരും, സേരഹന്റെ പുത്രന്മാരിൽ യെയൂവേലും അവരുടെ സഹോദരന്മാരുമായ 690 പേർ. ബെന്യാമിൻ പുത്രന്മാരിൽ ഹസേനുവയുടെ മകനായ ഹോദവ്യാവിന്റെ മകനായ മെശുലാമിന്റെ മകനായ ശല്ലൂവും യെരോഹാമിന്റെ മകനായ ഇബ്നെയാവും മിക്രയുടെ മകനായ ഉസിയുടെ മകൻ ഏലായും ഇബ്നെയാവിന്റെ മകനായ രയൂവേലിന്റെ മകനായ ശെഫത്യാവിന്റെ മകൻ മെശുലാമും തലമുറയായി അവരുടെ സഹോദരന്മാർ ആകെ 956 പേർ. ഈ പുരുഷന്മാരൊക്കെയും താങ്കളുടെ പിതൃഭവനങ്ങളിൽ കുടുംബത്തലവന്മാരായിരുന്നു. പുരോഹിതന്മാരിൽ യെദയാവും യഹോയാരീബും യാഖീനും അഹീത്തൂബിന്റെ മകനായ മെരായോത്തിന്റെ മകനായ സാദോക്കിന്റെ മകനായ മെശുലാമിന്റെ മകനായ ഹിൽക്കിയാവിന്റെ മകനായി ദേവാലയാധിപനായ അസരിയാവും മൽക്കിയാവിന്റെ മകനായ പശൂറിന്റെ മകനായ യെരോഹാമിന്റെ മകൻ അദായാവും ഇമ്മോറിന്റെ മകനായ മെശീലേമെത്തിന്റെ മകനായ മെശുലാമിന്റെ മകനായ യഹസേരയുടെ മകനായ അദിയേലിന്റെ മകൻ മയശായും പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ അവരുടെ സഹോദരന്മാരുമാകെ 1760 പേർ. ഇവർ ദേവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് ബഹുപ്രാപ്തന്മാർ ആയിരുന്നു. ലേവ്യരിലോ മെരാരിൽ ഹസ്ബ്യാവിന്റെ മകനായ അസ്രീക്കാമിന്റെ മകനായ ഹശൂബിന്റെ മകനായ ശെമയ്യാവും മക്ബരും ഹെറേശും ഗാലാലും ആസാഫിന്റെ മകനായ സിക്രിയുടെ മകനായ മീഖയുടെ മകൻ മഥന്യാവും യദൂഥുവിന്റെ മകനായ ഗാലാലിന്റെ മകനായ ശെമയ്യാവിന്റെ മകൻ ഒബദ്യാവും നെത്തോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്ത എൽക്കാനയുടെ മകനായ ആസയുടെ മകൻ ബെരഖ്യാവും വാതിൽ കാവൽക്കാർ. ശല്ലൂമും അഖൂവും തൽമോനും അഹീമാനും അവരുടെ സഹോദരന്മാരും. ശല്ലൂമും തലവനായിരുന്നു. ലേവ്യപാളയത്തിൽ വാതിൽ കാവൽക്കാരായ ഇവർ കിഴക്ക് വശത്ത് രാജപടിവാതിൽക്കൽ ഇന്നുവരെ കാവൽ ചെയ്തു വരുന്നു. കോരഹിന്റെ മകനായ എബ്യാസാഫിന്റെ മകനായ കോരയുടെ മകൻ ശല്ലുമും അവന്റെ പിതൃഭവനത്തിലെ അവന്റെ സഹോദരന്മാരായ കോരഹിനും കൂടാരത്തിന്റെ ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി ശുശ്രൂഷയുടെ വേലയ്ക്കുമേൽ വിചാരകന്മാരായിരുന്നു. അവരുടെ പിതാക്കന്മാരും യഹോവയുടെ പാളയത്തിന് മേൽ വിചാരകന്മാരായി പ്രവേശന പാലകന്മാരായിരുന്നു. ഇലയാസാറിന്റെ മകനായ ഫിനെഹാസ് പണ്ട് അവരുടെ അധിപനായിരുന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. മെശലെമ്യാവിന്റെ മകനായ സെരക്യാവ് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായിരുന്നു. ഉമ്മറപ്പടിക്കൽ കാവൽക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന ഇവർ ആകെ 212 പേർ. അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ വംശാവലി പ്രകാരം ചാർത്തപ്പെട്ടിരുന്നു. ദാവീദും ദർശകനായ ശമൂവേലുമായിരുന്നു അവരെ അതത് ഉദ്യോഗത്തിലാക്കിയത്. ഇങ്ങനെ അവരും അവരുടെ പുത്രന്മാരും കൂടാര നിവാസമായ യഹോവാലയത്തിന്റെ വാതിൽക്കൽ കാവൽ മുറപ്രകാരം കാവൽക്കാരായിരുന്നു. കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഇങ്ങനെ 4 വശത്തും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരന്മാർ 7-ാം ദിവസം തോറും മാറി മാറി വന്ന് അവരോടുകൂടെ ഊഴക്കാരായിരുന്നു. വാതിൽ കാവൽക്കാരിൽ പ്രധാനികളായ ഈ 4 ലേവ്യരും ഉദ്യോഗസ്ഥന്മാരായി ദേവാലയത്തിലെ അറകൾക്കും ഭണ്ഡാരത്തിനും മേൽവിചാരം നടത്തി. കാവലും രാവിലെ തോറും വാതിൽ തുറക്കുന്ന മുറയും അവർക്കുള്ളതുകൊണ്ട് അവർ ദേവാലയത്തിന്റെ ചുറ്റും രാപാർത്തു വന്നു. അവരിൽ ചിലർക്ക് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ വിചാരണ ഉണ്ടായിരുന്നു. അവയെ എണ്ണിയിട്ട് അകത്ത് കൊണ്ടുപോകുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അവരിൽ ചിലരെ ഉപകരണങ്ങൾക്കും സകല വിശുദ്ധ പാത്രങ്ങൾക്കും മാവ്, വീഞ്ഞ്, കുന്തിരിക്കം, സുഗന്ധവർഗം എന്നിവയ്ക്കും മേൽവിചാരകരായി നിയമിച്ചിരുന്നു. പുരോഹിത പുത്രന്മാരിൽ ചിലർ സുഗന്ധ തൈലം ഉണ്ടാക്കും. ലേവ്യരിൽ ഒരുത്തനായി കോരഹ്യനായ ശല്ലൂമിന്റെ ആദിജാതൻ മഥിത്യാവിന്റെ ചട്ടികളിൽ ചുട്ടുണ്ടാക്കിയ സാധനങ്ങളുടെ മേൽവിചാരണ ഉണ്ടായിരുന്നു. കേഹാത്യരായ അവരുടെ സഹോദരന്മാരിൽ ചിലർക്ക് ശബത്ത് തോറും കാഴ്ചയപ്പം ഒരുക്കുവാനുള്ള ചുമതല ഉണ്ടായിരുന്നു. ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ പ്രധാനന്മാരായ ഇവർ സംഗീതക്കാരായി ആകാരങ്ങളിൽ പാർത്തിരുന്നു.
അവർ രാവും പകലും തങ്ങളുടെ വേലയിൽ ഭാരപ്പെട്ടിരുന്നത് കൊണ്ട് മറ്റ് ശുശ്രൂഷകളിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നു. ഈ പ്രധാനികൾ ലേവ്യരുടെ പിതൃഭവനങ്ങൾക്ക് തലമുറയായി തലവന്മാരായിരുന്നു. അവർ യെരുശലേമിൽ പാർത്തു വന്നു. ഗിബെയോനിൽ ഗിബെയോന്റെ പിതാവായ യെയീയേലും അവന്റെ ഭാര്യയ്ക്ക് മയക്ക എന്നിവർ, അവന്റെ മൂത്ത മകൻ അബ്ദോൻ, സൂർ, കീസ്, ബാൽ, നേർ, നാദാബ്, ഗേഥോർ, അഹ്യോ, സക്രിയാവ്, മിക്ലോത്ത് എന്നിവരും പാർത്തു. മിക്ലോത്ത് ശിമിയാമിനെ ജനിപ്പിച്ചു. അവർ തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ യെരുശലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്ക് എതിരെ പാർത്തു. നേർ കീശിനെ ജനിപ്പിച്ചു. കീശ് ശൗലിനെ ജനിപ്പിച്ചു. ശൗൽ യോനാഥാനെയും മൽക്കീശുവെയും അമീനാദാബിനെയും ഏസ്ബാലിനെയും ജനിപ്പിച്ചു. യോനാഥാന്റെ മകൻ മെരിബാൽ മീഖയെ ജനിപ്പിച്ചു. മീഖയുടെ പുത്രന്മാർ പീഥോൻ, മേലേക്ക്, തഹ്രേയ, ആഹാസ് യാരയെ ജനിപ്പിച്ചു. യാര അലേമേത്തിനെയും അസ്മാവേത്തിനെയും സിമ്രിയെയും ജനിപ്പിച്ചു. സിമ്രി മോസയെ ജനിപ്പിച്ചു. മോസ ബിനയയെ ജനിപ്പിച്ചു. അവന്റെ മകൻ രഫയാവ്, അവന്റെ മകൻ ഏലാസ, അവന്റെ മകൻ ആസേലിന് 6 മക്കൾ ഉണ്ടായിരുന്നു. അവരുടെ പേരുകൾ അസ്രീക്കാം, ബെക്രു, ഇസ്മായേൽ, ജയര്യാവ്, ഒബദ്യാവ്, ഹാനാൻ. ഇവർ ആസേലിന്റെ മക്കൾ. ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ന്യായം വിധിക്കുമോ? രക്തപാതകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ? എന്നാൽ നീ അതിന്റെ സകല മ്ലേച്ഛതകളെയും അതിനോട് അറിയിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിന്റെ കാലം വരുവാൻ തക്കവണ്ണം നിന്റെ നടുവിൽ രക്തം ചൊരിഞ്ഞ് നിന്നെ തന്നെ മലിനമാക്കേണ്ടതിന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന നഗരമേ, നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റക്കാരത്തിയായി തീർന്നു. നീ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളാൽ നീ നിന്നെ തന്നെ മലിനമാക്കിയിരിക്കുന്നു. നിന്റെ നാളുകളെ നീ സമീപിക്കുമാറാക്കി. നിന്റെ ആണ്ടുകൾ നിനക്ക് വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ജാതികൾക്ക് നിന്നെയും സകല ദേശങ്ങൾക്കും പരിഹാസ വിഷയം ആക്കിയിരിക്കുന്നു. നിനക്ക് സമീപസ്ഥന്മാരും ദൂരസ്ഥന്മാരും ആയിരുന്നവർ ദുഷ്കീർത്തിയും ബഹുതുമലവുമുള്ള നിന്നെ പരിഹസിക്കും. ഇസ്രായേൽ പ്രഭുക്കന്മാർ ഓരോരുത്തരും തന്നാൽ കഴിയുന്നിടത്തോളം രക്തം ചൊരിയുവാനത്രേ നിന്നിൽ ഇരിക്കുന്നത്. നിന്റെ മധ്യേ അവർ അപ്പനെയും അമ്മയും പുച്ഛിക്കുന്നു. നിന്റെ മധ്യേ അവർ പരദേശിയെ പീഡിപ്പിക്കുന്നു. നിന്നിൽ വെച്ച് അവർ അനാഥനെയും വിധവയെയും ഉപദ്രവിക്കുന്നു. എന്റെ വിശുദ്ധ വസ്തുക്കളെ നീ ധിക്കരിച്ച് എന്റെ ശബ്ബത്തുകളെ അശുദ്ധമാക്കുന്നു. രക്തം ചൊരിയേണ്ടതിന് ഏഷണി പറയുന്നവർ നിന്നിൽ ഉണ്ട്. പൂജാഗിരികളിൽ ഭക്ഷണം കഴിക്കുന്നവർ നിന്നിലുണ്ട്. നിന്റെ നടുവിൽ അവർ ദുഷ്കർമ്മം പ്രവർത്തിക്കുന്നു. നിന്നിൽ അവർ അപ്പന്റെ നഗ്നത അനാവൃതമാക്കുന്നു. നിന്നിൽ വെച്ച് അവർ ഹൃദുമാലിന്യത്തിൽ ഇരിക്കുന്നവളെ വഷളാക്കുന്നു. ഒരുത്തൻ തന്റെ കൂട്ടുകാരന്റെ ഭാര്യയുമായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. മറ്റൊരുത്തൻ തന്റെ മരുമകളെ ദുർമര്യാദ പ്രവർത്തിച്ച് മലിനയാക്കുന്നു. വേറൊരുത്തൻ നിന്നിൽ വെച്ച് തന്റെ അപ്പന്റെ മകളായ സഹോദരിയെ വഷളാക്കുന്നു. രക്തം ചൊരിയേണ്ടതിന് അവർ നിന്നിൽ കൈക്കൂലി വാങ്ങുന്നു. പലിശയും ലാഭവും വാങ്ങി നീ കൂട്ടുകാരെ ഞെരുക്കി സമ്പാദ്യമുണ്ടാക്കി എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നുവെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നീ സമ്പാദിച്ചിരിക്കുന്ന ലാഭത്തെയും നിന്റെ നടുവിലുണ്ടായ രക്തപാതകത്തെയും കുറിച്ച് ഞാൻ കൈകൊട്ടും. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് രാജ്യങ്ങളിൽ ചിതറിച്ച് നിന്റെ മലിനത നിങ്ങൾ നിന്ന് നീക്കും. ജാതികൾ കാണുകെ നീ നിന്നിൽ തന്നെ മലിനയായി തീരും. ഞാൻ യഹോവ എന്ന് നീ അറിയും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തീയവും ഇരുമ്പും കറുത്തീയവും തന്നെ. അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ എല്ലാവരും കിട്ടമായി തീർന്നിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ യെരുശലേമിന്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കർത്തീയവും വെളുത്തീയവും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുക്കുന്നത് പോലെ ഞാൻ എന്റെ കോപത്തിലും എന്റെ ക്രോധത്തിലും നിങ്ങളെയും കൂട്ടി ഉരുക്കും. ഞാൻ നിങ്ങളെ കൂട്ടി എന്റെ കോപാഗ്നിയെ നിങ്ങളുടെ മേൽ ഊതും. അങ്ങനെ നിങ്ങൾ അതിന്റെ നടുവിൽ ഉരുകിപ്പോകും. ഉലയുടെ നടുവിൽ വെള്ളി ഉരുകിപ്പോകുന്നത് പോലെ നിങ്ങൾ അതിന്റെ നടുവിൽ ഉരുകിപ്പോകും. യഹോവയായ ഞാൻ എന്റെ ക്രോധം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ അതിനോട് പറയേണ്ടത്, ക്രോധ ദിവസത്തിൽ നീ ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ദേശമായിരിക്കും.
അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളഞ്ഞു. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിന്റെ നടുവിൽ വിധവന്മാരെ വർദ്ധിപ്പിക്കുന്നു. അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും നിർമ്മലനവും തമ്മിലും ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എന്റെ ശബത്തുകളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭം ഉണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിയുവാനും ദേഹികളെ നശിപ്പിപ്പാനും നോക്കുന്നു. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടും അവർക്ക് കുമ്മായം തേക്കുന്നു. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നുവെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യേശു എരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ച് വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരുശലേമിനെ സമീപിച്ചിരിക്കാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടി പറഞ്ഞത് എന്തെന്നാൽ, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരേണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടിയെന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഒന്നാമത്തവൻ അടുത്തു വന്ന്, കർത്താവെ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തൻ ആയതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവൻ ആയിരിക്ക എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവൻ വന്ന്, കർത്താവെ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിന് മേൽവിചാരകൻ ആയിരിക്ക എന്ന് അവൻ അവനോട് കൽപ്പിച്ചു. മറ്റൊരുവൻ വന്ന്, കർത്താവെ, ഇതാ നിന്റെ റാത്തൽ, ഞാൻ അത് ഒരു ഉറുമാലിൽ കെട്ടി വെച്ചിരുന്നു. നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എന്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത്? പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട്, ആ റാത്തൽ അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 റാത്തൽ ഉള്ളവന് കൊടുപ്പിൻ എന്ന് പറഞ്ഞു. കർത്താവെ, അവന് 10 റാത്തൽ ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. ഉള്ളവൻ ഏവനും കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളവിൻ എന്ന് അവൻ കൽപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ മുമ്പായി നടന്നുകൊണ്ട് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. അവൻ ഒലിവ് മലയരികെ ബേത്ഫാഗയ്ക്കും ബഥാനിക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടക്കുമ്പോൾ
ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ച് കൊണ്ടുവരുവിൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിമേലിട്ട് യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിന് അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി. എന്റെ ആലയം പ്രാർത്ഥനാലയം ആകും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹ ആക്കി തീർത്തു എന്ന് അവരോട് പറഞ്ഞു. അവൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിൽ പ്രധാനികളുമായവരും അവനെ നശിപ്പിപ്പാൻ തക്കം നോക്കി. എങ്കിലും ജനമെല്ലാം അവന്റെ വചനം കേട്ട് രഞ്ജിച്ചിരിക്കാൻ എന്ത് ചെയ്യേണ്ടുവെന്ന് അവർ അറിഞ്ഞില്ല. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.